എന്നാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ? ഒരു എക്സാമ്പിൾ ഓക്കെ, അത് ത്രൂ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ വർക്ക് ആവുന്നതിലത് മനസ്സിലാക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോളൂ. ഓക്കെ, ഇവിടെ ഇതാരാണ്? ആരാണ്? അലോഷി. ഓക്കെ, അലോഷിൻ്റെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്? അലോഷിൻ്റെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ഉണ്ട്. ഓക്കെ, അലോഷ് എന്ത് ചെയ്യാണ്? ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കോഫി ഷോപ്പ്, ഓക്കെ, അത് അലോഷി ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? അലോഷി ഒരു കോഫി ഷോപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു 2 lakh rupees അലോഷിനെ പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അയാൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ല, അയാൾ പേഴ്സണൽ ക്യാഷ് എടുത്തിട്ട് എന്ത് ചെയ്യാണ്? അയാൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഒരു കോഫി ഷോപ്പ് അല്ലേ, ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അലോഷ് എന്ത് ചെയ്തു? അത് ബിസിനസ് കൊടുത്തു, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇനി ബിസിനസ് ഈ ഒരു 2 lakhനെ എങ്ങനെ റെക്കോർഡ് ചെയ്യുക? എന്ത് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യുക? ക്യാപിറ്റൽ. ആര് ക്യാപിറ്റൽ? ഓണർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇതിനെങ്ങനെ റെക്കോർഡ് ചെയ്യും? അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ട്രാൻസാക്ഷൻസ് എവിടെ നടക്കുന്നുണ്ട്? അലോഷിൻ്റെ ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ട്രാൻസാക്ഷന് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? അല്ലെങ്കിൽ ഈ ഓരോ ട്രാൻസാക്ഷനും നടക്കുമ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനകത്ത് ഇതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, എങ്ങനെയാണിത് അക്കൗണ്ടിങ് ഇക്വേഷനകത്ത് എഫക്റ്റ് ചെയ്യുക? ഓക്കെ, അതാണ് നമ്മളിനി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അലോഷി കൊണ്ടുവരുന്ന ഈ ഒരു ക്യാപിറ്റൽ അല്ലേ, ക്യാഷ്. ഓക്കെ, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ബിസിനസ്സിലെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 2 ലക്ഷം രൂപ ബിസിനസ് അലോഷി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ബിസിനസ്സിൽ ഇനി അതിനെങ്ങനെ റെക്കോർഡ് ചെയ്യാം നോക്കിക്കോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് എഫക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത് നോക്കിക്കോളും. എഫക്റ്റ് ഓൺ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലേ, അക്കൗണ്ടിങ് ഇക്വേഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് അസറ്റ് അല്ലേ. ഏതാണ് അസറ്റ്? ക്യാഷ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2 ലക്ഷം രൂപ ക്യാഷ് അവിടെ വരുന്നുണ്ട്, ബിസിനസ്സിനകത്ത് വരുന്നുണ്ട്. അതെന്താ ചെയ്യുന്നത്? ക്യാഷ് ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ബിസിനസ്സിലെ അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, കൂടും. എത്ര രൂപ കൂടും? 2 ലക്ഷം രൂപ. ആ സെയിം ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഓണേഴ്സ് ഇക്വിറ്റിയിൽ എന്ത് പറയാം? ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ്സിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്ര രൂപ? 2 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ അലോഷി കൊണ്ടുവന്ന എമൗണ്ട് അല്ലേ, ആ കൊണ്ടുവന്ന ടൈമിൽ എന്ത് ചെയ്യും? ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റും ഫോം ആവും, അതേപോലെ ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് എന്ത് ചെയ്യും? അവിടെ ക്രിയേറ്റ് ആവും. ഡബിൾ എഫക്റ്റ് അല്ലടാ, ഡബിൾ എൻട്രി. ഒരു ട്രാൻസാക്ഷനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? 2 ആയിട്ട് എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു അല്ലേ. ഈ ഒരു ട്രാൻസാക്ഷനകത്ത് നിന്ന് ഫസ്റ്റ് ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് അക്കൗണ്ടും ഓണേഴ്സ് ഇക്വിറ്റി അല്ലേ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എന്ത് ചെയ്തു? അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ട് നമ്മൾ അതിനകത്ത് നിന്ന് എടുത്തു. ഓക്കെ, ഇനി ഇക്വേഷനകത്ത് എങ്ങനെ വരും നോക്കണ്ടേ? നമ്മളെ ഇക്വേഷൻ ഏതായിരുന്നു? നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ഏതായിരുന്നുടാ? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വരുന്നില്ല നോക്കണം. എങ്ങനെ വരുന്നത്? ആദ്യം എന്താണ്? അസറ്റ് അല്ലേ. അസറ്റ് എന്താണ് ഇവിടെ? ക്യാഷാണ്. ക്യാഷ് അസറ്റാണ് നമ്മൾ പറഞ്ഞു ബിസിനസ്സിൻ്റെ അല്ലേ. എത്ര രൂപ? 2 ലക്ഷം രൂപ അസറ്റ് ക്യാഷ്. ഓക്കെ, ഈക്വൽ. അതിന് ഈക്വലായിട്ട് എന്ത് വന്നിട്ടുണ്ട്? ലയബിലിറ്റി വന്നിട്ടുണ്ടോ? ലയബിലിറ്റി വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഓണർ ഫണ്ടാണ്, അല്ലെങ്കിൽ ഓണറെ ക്യാപിറ്റലാണ് അല്ലേ. പുറത്തുനിന്ന് ആരെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതെന്താണ്? അലോഷിൻ്റെ അല്ലെങ്കിൽ ഓണർ ഫണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ വിളിക്കുക? ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഓണേഴ്സ് ഇക്വിറ്റി എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 2 ലക്ഷം രൂപ അസറ്റ് വന്നു. അതിന് ഈക്വലാണ് എന്ത്? ഇവിടെ ലയബിലിറ്റി ഇല്ല, പക്ഷെ എന്തുണ്ട്? ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് അസറ്റും അതേപോലെ ലയബിലിറ്റി സൈഡും. ഓക്കെ ആണോ? ലയബിലിറ്റി സൈഡിൽ എന്താണ്? ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 2 ലക്ഷം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ അല്ലേ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? അക്കൗണ്ടിങ് ഇക്വേഷൻ വരിക കേട്ടോ. ഇനി ഇതെന്തായിരിക്കണം എപ്പോഴും? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കണം എല്ലാ ടൈമും. ഓക്കെ, ഇനി എന്ത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താലും ഇത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇതാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ ആണോ? അതാണ് എവിടെ പറയുന്നത്? അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്. ഇനി ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞു, രണ്ടാമതൊരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്? ദ ബിസിനസ് ടേക്സ് എ ബാങ്ക് ലോൺ. ഇവരുടെ ബിസിനസ് എന്ത് ചെയ്യാണ്? ലോൺ എടുക്കുകയാണ്. ഓക്കെ, അലോഷിൻ്റെ ബിസിനസ്സിലെ കോഫി ബിസിനസ്സാണ്. ഓക്കെ, ഇനി അലോഷിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് മാറ്റി വെക്ക്. ഓക്കെ, ഇതാ ഇനി എവിടെ റെക്കോർഡ് ചെയ്യുന്നത്? അലോഷിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അലോഷിൻ്റെ പേഴ്സണൽ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അല്ല, ഇത് ബിസിനസ്സിലാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിലവിടെ എന്ത് വന്നു? ഒരു അസറ്റും വന്നു, ആ സെയിം ടൈം ഒരു ലയബിലിറ്റി അല്ലേ, ക്യാപിറ്റലും വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? ബിസിനസ് ടേക്സ് എ ബാങ്ക് ലോൺ. ബിസിനസ്സിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ 2 ലക്ഷം ഓൾറെഡി ഫണ്ട് ഉണ്ട്. ഇനി ഒരു 1 lakh കൂടെ എന്ത് ചെയ്യണം? വേണം.
ഒരു 1 ലാഖ് കൂടെ വേണം. അപ്പോൾ അത് അലോഷിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനില്ല. അലോഷിൻ്റെ കയ്യിൽ ആകെ 2 ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അത് ഓൾറെഡി ഇറക്കി. ബാക്കി 1 ലക്ഷം എന്ത് ചെയ്തു? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനെ ബിസിനസ്സിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ത് നോക്കുകയാണ്? ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് എന്ത് എഫക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത് നോക്കുന്നത് കേട്ടോ. എന്തുണ്ടാകാൻ പോകുന്നത്? അസറ്റ് വരുന്നുണ്ടോ? ബിസിനസ്സിൽ അസറ്റ് കൂടുന്നുണ്ടോ? ഉണ്ട്. എന്ത് അസറ്റാണ് കൂടുന്നത്? ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടുന്നുണ്ട്. അല്ലടാ, ലോൺ എടുക്കുമ്പോൾ അവിടെ എന്ത് വരും? ബിസിനസ്സൊക്കെ ക്യാഷ് എത്ര വരും? 1 ലാഖ് വരും അല്ലേ? ക്യാഷ് മാത്രമാണോ വരുന്നത്? ആ സെയിം ടൈം എന്തും വരുന്നുണ്ട്. ആ സെയിം ടൈം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലയബിലിറ്റി കൂടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ ലയബിലിറ്റി? ബാങ്ക് ലോണ്. അല്ലടാ, അസറ്റ് ഏതായിരുന്നു? ക്യാഷ് അല്ലേ? ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് അവിടെ കൂടി. അതേപോലെ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞ ലയബിലിറ്റി അവിടെ വരുന്നുണ്ട്, കൂടുന്നുണ്ട് അല്ലേ? കൂടുക മീൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷ് വരുമ്പോൾ എന്ത് ചെയ്യും? അസറ്റ് കൂടും. ഓക്കെ, ബിസിനസ്സിലെ. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സെയിം ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കിന് ആ പറഞ്ഞ ടൈമിൽ തിരിച്ചു കൊടുക്കാനുള്ളൊരു ലയബിലിറ്റി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ട്രാൻസാക്ഷനെ 2 എഫക്റ്റ് ആക്കിയിട്ട് അല്ലേ, 2 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്ത്. ഓക്കെ, ഇനി ഇതിനെ രണ്ടും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബുക്കിൽ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അതേ ടൈം അല്ലേ ബിസിനസ് തിരിച്ചു കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബാധ്യതയും അവിടെ ക്രിയേറ്റ് ആവും. ഇനി ഇത് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് അക്കൗണ്ട്സിനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെ വരുന്നില്ല നോക്കാം കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലേ? അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? റവന്യൂ മൈനസ് എക്സ്പെൻസ്. എന്താണ്? പ്രോഫിറ്റ് ആയിരിക്കും. പിന്നെ അതിന് എന്ത് വർക്കും വേണം? മൈനസ് ഡ്രോയിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് ഇതിൻ്റെ മുന്നത്തെ ട്രാൻസാക്ഷൻ നടക്കുന്ന ടൈമിൽ ക്യാഷ് എത്ര ഉണ്ടായിരുന്നു? 2 ലക്ഷമായിരുന്നു. ഓക്കെ, ഇനി ക്യാഷ് 2 ലക്ഷം ആയിരിക്കുമോ? ഓൾറെഡി 2 ലക്ഷം ഉണ്ടായിരുന്നു ബിസിനസ്സിൽ. അതുകൂടെ നമ്മൾ എന്ത് ചെയ്തു? ബാങ്ക് ലോണോട് എടുത്ത ടൈമിൽ എന്ത് ചെയ്യും? 2 ലാഖ് പ്ലസ് 1 ലാഖ് എത്രയാവും? 3 ലാഖ് ക്യാഷായി. ഓക്കെ, അപ്പോൾ അസറ്റ് ടോട്ടൽ എത്രയായി? 3 ലക്ഷം. അല്ലടാ, 2 ലക്ഷം ഓൾറെഡി ഉണ്ടായിരുന്നു. 1 ലാഖ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. ഓണർ കൊണ്ടുവന്ന് 2 ലക്ഷം പ്ലസ് ലോൺ എടുത്ത 1 ലാഖ് ടോട്ടൽ 3 ലാക്സ് എന്തുണ്ട്? ക്യാഷ് ഉണ്ട്. ഇനി അതിന് ഈക്വൽ ആയിരിക്കണം എന്ത്? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അങ്ങനെയാണോ വരുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ലയബിലിറ്റി എത്രയാണ്? 1 ലാഖ് അല്ലേ? ഏതാണ്? ലോണ് അല്ലേ? അത് ഓണർക്ക് കൊടുക്കാനുള്ളതാണോ? അല്ല. നമ്മളെന്ത് പറഞ്ഞു? ഓണർക്ക് കൊടുക്കാനുള്ളതല്ലാത്ത പുറത്ത് അല്ലേ വേറെ ആർക്കെങ്കിലും ബിസിനസ് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? ലയബിലിറ്റി എന്നാണ് വിളിക്കുക. അല്ലടാ, ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ലോൺ എന്താണ്? ബിസിനസ്സിന് ലയബിലിറ്റിയാണ്. കാരണം ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതല്ല, അത് പുറത്ത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി എത്രയാണ്? 1 ലാഖ് ലോണ് പ്ലസ് ഓൾറെഡി ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ 2 ലാഖ്. ഓക്കെ, അപ്പോൾ ഇവിടെ അസറ്റ് എത്ര? ടോട്ടൽ 3 ലക്ഷം. അതിന് ഈക്വലാണ് എന്ത്? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലേ? ലോൺ 1 ലാഖും ക്യാപിറ്റൽ 2 ലാഖും 3 ലാഖ് ആയിടാ. അപ്പോൾ ഇവിടെ 3 ലാഖ്, ഇവിടെയും 3 ലാഖ്. ഓക്കെ, അപ്പോൾ അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്. ഇത് രണ്ടും സെയിം ആയിരിക്കണം, എപ്പോഴും ഈക്വൽ ആയിരിക്കണം. എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും ഈക്വൽ ആയിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. എന്താ പറയുന്നത്? ദ ബിസിനസ് ബൈ ഓഫീസ് എക്യുപ്മെൻറ്റ് ഫോർ 50,000 പേയിങ് ക്യാഷ്. എന്ത് ചെയ്യാണ്? ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാണ്? എക്യുപ്മെൻറ്റ് വേണം അല്ലടാ. അപ്പോൾ ഓഫീസ് എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്ത് എത്ര രൂപക്കാണ്? 50,000-നാണ് പർച്ചേസ് ചെയ്തത്. ക്യാഷ് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഇപ്പം എന്താ സംഭവിക്കുന്നത് ഇവിടെ? ശ്രദ്ധിക്കുക. ഇവിടെ ബാധ്യതകൾ എന്തെങ്കിലും ക്രിയേറ്റ് ആവുന്നുണ്ടോ? ബാധ്യതകളൊന്നും ക്രിയേറ്റ് ആവുന്നില്ല. പക്ഷേ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും? 2 എഫക്റ്റ് ഉണ്ടാവണം. ഏത് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ അതിന് എന്തായാലും എന്തുണ്ടാവും? അല്ലേ, ഡബിൾ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് എഫക്റ്റ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്യാഷ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട് അല്ലടാ. അപ്പോൾ ബിസിനസ്സിലെ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യും? കുറയും അല്ലേ? അസറ്റ് അല്ലേ, ക്യാഷ് ഡിക്രീസ് ബൈ 50,000. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയും. പക്ഷേ അതിന് പകരം അവിടെ എന്ത് വരുന്നുണ്ട്? എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അസറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരസറ്റ് കുറയും. ഏതസറ്റ്? ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റാണ് കുറയുന്നത് അല്ലടാ. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറയും. എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ആവും. ഓക്കെ, ഈ എക്യുപ്മെൻറ്റ് എന്തിനാണ് വാങ്ങിക്കുന്നത്? അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അത് ബിസിനസ്സിൻ്റെ അസറ്റായില്ലടാ, അസറ്റായി. അപ്പോൾ ആ അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷന് ശേഷം എങ്ങനെയാണ് ഇക്വേഷൻ വരിക നോക്കാം. എങ്ങനെ വരുന്നത്? അസറ്റ് അല്ലേ, അസറ്റ് സൈഡ് എത്ര ഉണ്ട്? ക്യാഷ് നമ്മളെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? ഈ ഒരു ട്രാൻസാക്ഷന് മുമ്പ് വരെ 3 ലാക്സ് ഉണ്ടായിരുന്നു ഇല്ലടാ. അതിന് 3 ലാക്ക് ഉണ്ടാവുമോ? ഇല്ല. അതിന് എത്ര കുറഞ്ഞു? നമ്മൾ എക്യുപ്മെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്ത 50,000 കുറച്ച് ബാക്കി എത്ര ഉണ്ട്? 2,50,000 ക്യാഷ് ബാലൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ. ഇനി അത് മാത്രമേ ഉള്ളൂ അസറ്റ്?
അല്ല, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞ അസറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 അസറ്റായി നമ്മുടെ കയ്യിൽ, ഒന്ന് ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റും ഒന്ന് എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞ അസറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 lakh വരും. വരില്ലടാ, വരും. ഇനി അതിന് ഈക്വൽ ആയിരിക്കണം എന്ത്? ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ എത്ര തന്നെയാണ്? 3 lakh തന്നെയാണ്. അപ്പോൾ ഇവിടെ 2,50,000 പ്ലസ് 50,000 എത്ര വരും? 3 ലക്ഷം വരും. ഇവിടെ 1 ലക്ഷം പ്ലസ് 2 ലക്ഷം. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തു? അസറ്റ് 2 ആയി, പിന്നെ ഒരു ലാബിലിറ്റി വന്നു, ക്യാപിറ്റലും വന്നു. ഓക്കെ ആണോ? എന്തുതന്നെയാണ്? സെയിം തന്നെയാണ് അല്ലേ? ഇതിന് ഈക്വൽ അല്ലടാ? ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ദ ബിസിനസ് പർച്ചേസസ് ഇൻവെൻട്രി വർത്ത് 30,000 ഓൺ ക്രെഡിറ്റ് ഫ്രം എ സപ്ലയർ. ശ്രദ്ധിക്കുക, എന്താണ് ഇൻവെൻട്രി? ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിനകത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു മെയിൻ ഓപ്പറേഷൻ എന്തായിരിക്കും? ഒന്നെങ്കിൽ ഗുഡ്സ് വാങ്ങി വിൽക്കലായിരിക്കും, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടത്തിയിട്ട് വിൽക്കലായിരിക്കും, അല്ലടാ? അതും അല്ലെങ്കിൽ എന്ത് ചെയ്യും? സർവീസ് പ്രൊവൈഡ് ചെയ്യലായിരിക്കും. ഒരു ബിസിനസ്സിൻ്റെ മെയിൻ അല്ലെങ്കിൽ കോർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞ ടേം, ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിനകത്ത് വിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇൻവെൻട്രി എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെല്ലാമെന്ന് മനസ്സിലാക്കണം? അവിടെ യൂസ് ചെയ്യാനല്ല വാങ്ങിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു, ഇൻവെൻട്രി പർച്ചേസ് ചെയ്തു. എത്ര രൂപേൻ്റെ ഇൻവെൻട്രിയാണ്? 30,000-നാണ് വാങ്ങിക്കുന്നത്. ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ട് ഫ്രം എ സപ്ലയർ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ക്യാഷ് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ക്യാഷ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2 അല്ലെങ്കിൽ ഡബിൾ ആയിട്ട് റെക്കോർഡ് ചെയ്യണം. 2 അക്കൗണ്ട് എടുക്കണം ഇതിനകത്തുനിന്ന് അല്ലേ? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം നോക്കിക്കോ. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ക്യാഷ് കുറയുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്ത് സംഭവിക്കുന്നത്? ഇൻവെൻട്രി കൂടുന്നുണ്ട് നമ്മളെ കയ്യിൽ അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിൽക്കാം. ഓക്കെ, അപ്പോൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞ അസറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണടാ? പിന്നെ ക്യാഷ് കുറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് അവിടെ ഒരു ബാധ്യത ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇയാൾക്ക് അല്ലേ, ഈ ഒരു സപ്ലയർക്ക് ഈ ഒരു 30,000 കൊടുക്കാനുള്ള ഒരു ബാധ്യത അവിടെ ക്രിയേറ്റ് ആയി അല്ലേ? അപ്പോൾ എന്താണ് എഫക്റ്റ് ഓൺ അക്കൗണ്ട് ഇക്വേഷൻ? അസറ്റ്സ് അല്ലേ? ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അസറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എത്ര? 30,000 അല്ലടാ? ഈ ഒരു അസറ്റ്, ഇത് അസറ്റ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ഈ ഒരു അസറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ? വിൽക്കാം, വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാം ഫ്യൂച്ചറിൽ അല്ലേ? നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം എന്ത് ചെയ്യാം? വിറ്റിട്ട് അത് ക്യാഷ് ആക്കാം, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. അപ്പം അങ്ങനത്തെ നമുക്ക് അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും നമ്മൾ എന്ത് വിളിക്കാം? അസറ്റ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ 30,000 എന്ത് ചെയ്യും? അസറ്റ് അല്ലേ, ഇൻവെൻട്രി ഇൻക്രീസ് ചെയ്യും. ഇനി അതേ ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ആ സപ്ലയർക്ക് ഒരു 30,000 കൊടുക്കാനുള്ള ഒരു ബാധ്യത അവിടെ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ 2 എഫക്റ്റാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ? ഇനി അക്കൗണ്ടിങ് ഇക്വേഷനിൽ എന്ത് മാറ്റം വന്ന് നോക്കണം. ശ്രദ്ധിച്ചോ, ഇതിൻ്റെ തൊട്ട് മുന്നേ ക്യാഷ് എത്ര ഉണ്ടായിരുന്നു? 2,50,000 ഉണ്ടായിരുന്നു. ഈ ഒരു ട്രാൻസാക്ഷനിലൂടെ ക്യാഷിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ക്യാഷ് വന്നിട്ടുമില്ല, പോയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ക്യാഷ് എത്രയാണ്? 2,50,000. ഇനി എക്യുപ്മെൻറ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതും സംഭവിച്ചിട്ടില്ല. എത്ര തന്നെയാണ്? 50,000. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മളെ കയ്യിൽ എന്ത് വന്നു? 30,000 വാല്യൂ ഉള്ള ഇൻവെൻട്രി എന്ന് പറഞ്ഞൊരു അസറ്റ് വന്നു അല്ലേ? സ്റ്റോക്ക് വന്നു നമ്മളെ കയ്യിൽ. ഓക്കെ, അപ്പോൾ എത്രയായി ടോട്ടൽ അസറ്റ്? 2,50,000 ക്യാഷ്, എക്യുപ്മെൻറ്റ് 50,000, 30,000 ഇൻവെൻട്രി വന്നു. എത്രയായി? 3,30,000 ആയി അല്ലടാ? അസറ്റ് ടോട്ടൽ എത്രയായി? 3,30,000 ആയി. ഇനി മറ്റേ സൈഡ് അല്ലേ, അതിന് ഈക്വൽ ആയിരിക്കണം എന്ത്? ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ലാബിലിറ്റി ക്യാപിറ്റൽ എന്തൊക്കെ വരുന്നത് നോക്കാം. ഫസ്റ്റ് ലാബിലിറ്റി ഓൾറെഡി ഉണ്ടായിരുന്ന ഏതാണ്? ലോൺ. എത്ര? 1 lakh ലോൺ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചു? 30,000 നമ്മൾ സപ്ലയർക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത ക്രിയേറ്റ് ആയി നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഈ 30,000 എന്ന് പറയുന്നത് ആർക്കാണ്? ഓണർക്ക് കൊടുക്കാനുള്ളതല്ല അല്ലേ? അതല്ലാതെ വേറെ ആർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? ലാബിലിറ്റി എന്ന് വിളിക്കുക അല്ലടാ? അല്ലെങ്കിൽ എന്ത് പറയും ഇതിനെ? അക്കൗണ്ട് പേയബിൾ എന്ന് പറയും, അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറയും. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ക്രെഡിറ്ററാണ്, അക്കൗണ്ട് പേയബിളാണ്, കൊടുക്കാനുള്ളതാണ്, ബാധ്യതയാണ് അല്ലേ? പക്ഷേ ആർക്കല്ല എന്ന് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണർക്കല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ ലാബിലിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലാബിലിറ്റി ഓൾറെഡി ഉണ്ട്. 30,000 ഗുഡ്സ് പർച്ചേസ് ചെയ്തൊരു എമൗണ്ട് കൂടെ കൊടുക്കാനുള്ളൊരു ലാബിലിറ്റി കൂടെ ക്രിയേറ്റ് ആയി. പ്ലസ് ഓണർ ക്യാപിറ്റൽ എത്ര ഓൾറെഡി ഉണ്ട്? 2 ലക്ഷം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും ലാബിലിറ്റി സൈഡ് ഈ സൈഡ് എത്രയായി? 2 ലക്ഷം പ്ലസ് 1 ലക്ഷം പ്ലസ് 30,000, 3,30,000. അപ്പോൾ അസറ്റ് എത്ര ഉണ്ട്? 3,30,000.
ഈ സൈഡ് എത്ര ഉണ്ട്, അതിന് ഈക്വലാണ് എന്ത്, ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എത്ര തന്നെയാണ്, 3,30,000 തന്നെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്ത് പറയുന്നുണ്ട്, ദ ബിസിനസ് സെൽ പ്രൊഡക്റ്റ് ഫോർ 40,000 ക്യാഷ്, ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വാസ് 20,000. എന്താ പറഞ്ഞത്, ബിസിനസ് എന്ത് ചെയ്തു, ബിസിനസ് എന്ത് ചെയ്തു, 40,000 രൂപക്ക് കുറച്ച് ഗുഡ്സ് വിറ്റു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നടാ, കുറച്ച് ഇൻവെൻറ്ററി പർച്ചേസ് ചെയ്തിരുന്നില്ല വിൽക്കാൻ. എത്ര രൂപക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്, 30,000 വാങ്ങിച്ചിട്ടുള്ളത്. ഈ വാങ്ങിച്ച വിലക്ക് തന്നെയാണ് നമ്മൾ വിൽക്കുക, അല്ലടാ 30,000 ഗുഡ്സ്, ഇത് നമ്മൾ പർച്ചേസ് പ്രൈസാണ് നമ്മളെ അല്ലേ, കമ്പനീൻ്റെ പർച്ചേസ് പ്രൈസാണ് 30,000. അപ്പോൾ ഇതെന്തായാലും പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ വിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ, എന്ത് പറയുന്നുണ്ട്, ദ ബിസിനസ് സെൽസ് പ്രൊഡക്റ്റ് ഫോർ 40,000 എന്ന് പറയുന്നുണ്ട്, ക്യാഷിന് വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് സോൾഡ് വാസ് 20,000. അതെന്താ പറഞ്ഞത്, ശ്രദ്ധിച്ചോ, നമ്മളെ കയ്യിൽ എത്ര രൂപേൻ്റെ ഗുഡ്സ് ഉണ്ടായിരുന്നു, 30,000 ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. ഓക്കെ, ഈ 30,000 ഫുൾ ഗുഡ്സ് നമ്മൾ എടുത്തിട്ട് വിൽക്കുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, വിറ്റതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്, 20,000 ആണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും കമ്പനിയിൽ, 10,000 കോസ്റ്റുള്ള ഗുഡ്സ് എവിടെ ഉണ്ടാവും, കമ്പനിയിലുണ്ടാവും. ശ്രദ്ധിച്ചോ, എന്താ പറഞ്ഞത്, 30,000 കോസ്റ്റുള്ള ഗുഡ്സ് ടോട്ടൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 20,000 ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽക്കാത്തത് എത്ര ഉണ്ടാവും, 10,000 ഉണ്ടാവും അല്ലേ, 10,000 ബിസിനസ് തന്നെ ഉണ്ടാവും. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കമ്പനി അല്ലേ സെയിൽ നടത്തിയതിൻ്റെ കോസ്റ്റ് നമ്മളെ കയ്യിൽ, അല്ലെങ്കിൽ വിറ്റതിൻ്റെ കോസ്റ്റ് എത്രയാണ്, 20,000 ആണ്. ആ 20,000 കോസ്റ്റുള്ളത് നമ്മൾ വിൽക്കുന്ന എത്ര രൂപക്കാണ്, 40,000-നാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, സിമ്പിളാണ്. എത്ര ആയിരിക്കും, 20,000 അല്ലേ, ഈ 40,000 വിറ്റിട്ടുണ്ട്. അതിൽ നമ്മളെ കോസ്റ്റ് എത്ര തന്നെ ഉള്ളൂ, 20,000 ഉള്ളെങ്കിൽ ബാക്കി 20,000 എന്താണ്, പ്രോഫിറ്റാണ് അല്ലടാ. അപ്പോൾ 30,000 ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ 20,000 കോസ്റ്റുള്ളത് നമ്മൾ വിറ്റു. ബാക്കി 10,000 കോസ്റ്റുള്ളത് സ്റ്റിൽ എവിടെ തന്നെ ഉണ്ടാവണം, കമ്പനിയിൽ അല്ലേ, ഗുഡ്സായിട്ട് കിടക്കുന്നുണ്ടാവണം. അതുപോലെ കമ്പനിക്കകത്ത് ആ പ്രൊഡക്റ്റ് കാണണം, ഈ 10,000 കോസ്റ്റുള്ള ഗുഡ്സ് കാണണം. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു, 20,000 കോസ്റ്റുള്ള ഗുഡ്സ് നമ്മൾ വിറ്റ എത്ര രൂപക്കാണ്, 40,000-നാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 കമ്പനിക്ക് എന്ത് വന്നിട്ടുണ്ട്, പ്രോഫിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്രാൻസാക്ഷനിൽ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കാരണം കൊണ്ട് എന്തെല്ലാം എഫക്റ്റ് വരും നോക്കണം. ഫസ്റ്റ് എന്ത് നോക്കിയാൽ മതി, ക്യാഷിനാണ് വിൽക്കുന്നത്. ടോട്ടൽ എത്ര ക്യാഷ് ബിസിനസ്ക്ക് വരുന്നുണ്ട്, 40,000 വരുന്നുണ്ട്, അതിൽ ഡൗട്ടില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ക്യാഷ് എന്ന് പറഞ്ഞ സെറ്റ് കൂടും. എത്ര കൂടും, 40,000 കൂടും. അപ്പോൾ നമുക്ക് നോക്കാം, 2,50,000 ആയിരുന്നു ക്യാഷ് ഉണ്ടായിരുന്നത്. അതിൽ കൂടെ 40,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 2,90,000 ക്യാഷ് വന്നിട്ടുണ്ട് ഫസ്റ്റ്. ഇനി പിന്നെ രണ്ടാമതായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് എന്ത് കുറയുന്നുണ്ട്, 30,000 ഇൻവെൻട്രി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിന് 30,000 ഇൻവെൻട്രി ഉണ്ടാവുമോ, ബിസിനസ്സിലുണ്ടാവുമോ, ഇല്ല. അപ്പോൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞ അസറ്റ് കുറയുന്നുണ്ട് ഇല്ലേ. എത്രയാണ് കുറയുന്നത്, 40,000 കുറയുന്നുണ്ടോ, ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞത്, വിറ്റതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ഉള്ളൂ, 20,000 ഉള്ളൂ. അപ്പോൾ 30,000-ൽ 20,000 എന്ത് ചെയ്യും, കുറയും അല്ലേ. 20,000 കോസ്റ്റുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും, 10,000 കോസ്റ്റുള്ള ഗുഡ്സേ അല്ലെങ്കിൽ ഇൻവെൻട്രി ബിസിനസ്സിനകത്തുള്ളൂ, ഇനി അസറ്റായിട്ടുള്ളൂ അല്ലടാ. അപ്പോൾ 2,90,000 ക്യാഷ് ഉണ്ട്, 50,000 എക്യുപ്മെൻ്റ് ഉണ്ട്. ഇൻവെൻട്രി 30,000 ഉണ്ടായിരുന്നത് എത്രയായി മാറി, 10,000 ആയിട്ട് മാറി. ഓക്കെ ആണോ. അപ്പോൾ ഇത്രയും അസറ്റ്സാണ് ഉള്ളത്. എത്ര രൂപേൻ്റെ അസറ്റ് ഉണ്ടാവും, 2,90,000 പ്ലസ് 10,000 അല്ലേ, 3,50,000 അസറ്റാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, ഇനി അടുത്ത ഭാഗം എന്താണ്, ലയബിലിറ്റി ക്യാപിറ്റൽ അല്ലേ. ഇതിന് ഈക്വൽ ആയിരിക്കണം, 3,50,000 തന്നെ ആയിരിക്കണം നെക്സ്റ്റ് അല്ലേ, അപ്പർ സൈഡിലും വരേണ്ടത്. അപ്പോൾ അവിടെ എന്തുണ്ട്, ലോൺ എന്ന് പറഞ്ഞിട്ട് 1,00,000 ഉണ്ട് അല്ലേ. അക്കൗണ്ട് പേയബിൾ എന്ന് പറഞ്ഞാൽ 30,000 ഉണ്ട്. ഓക്കെ ആണെടാ. ഇനി ഓണർ ക്യാപിറ്റൽ, ഓണർ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നത്,
എത്ര ഉണ്ടായിരുന്നത്? 2 ലക്ഷം ഉണ്ടായിരുന്നത് അല്ലേ? 2 ലക്ഷമാണ് ഓണറെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. അതിന് 2 ലക്ഷം ആയിരിക്കും ഉണ്ടാവുക? അല്ല. പിന്നെ എത്ര ആയിരിക്കും ഉണ്ടാവുക? അതാണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞ ടൈമിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ എന്ത്? റവന്യൂ മൈനസ് എക്സ്പെൻസ്. ഇവിടെ റവന്യൂ എക്സ്പെൻസ് നമ്മൾ എടുക്കാൻ നിൽക്കുന്നില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് അതിനകത്തുള്ള പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റും അല്ലേ? കാരണം എങ്ങനെയാണ് ബിസിനസ്സിലേക്കുള്ള പ്രോഫിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ ഓണർക്കുള്ള പ്രോഫിറ്റ് എത്രയാണ് ഈ ഒരു സെയിലിനകത്ത്? 40,000 എന്താണ് സെയിൽ പ്രൈസ് അല്ലടാ, നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ അതിനാകത്രേ കോസ്റ്റ് ഉള്ളൂ, 20,000 കോസ്റ്റ് വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 20,000 അല്ലേ, ബാക്കി വരുന്ന 20,000 എന്താണ്? പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? ഓണർക്കുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലടാ. അപ്പോൾ എത്ര വരും? ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആ 20,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2,20,000 ആവും. ആരുടെ ക്യാപിറ്റൽ? അലോഷിൻ്റെ ക്യാപിറ്റൽ. അലോഷിൻ്റെ ക്യാപിറ്റൽ ബിസിനസ്സിൽ ഇനി അയാളുടെ പേരിൽ എത്ര ഉണ്ടാവുക? 2,20,000 ഉണ്ടാവും. നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലേ, എത്ര വരുന്നുള്ളത്? 2,20,000 ക്യാപിറ്റൽ പ്ലസ് പിന്നെ അക്കൗണ്ട് പേയബിൾ എത്ര ഉണ്ട്? 30,000. അപ്പോൾ 2,50,000 ആയി. അതിൻ്റെ കൂടെ 1 lakh കൂടെ ആഡ് ചെയ്യുമ്പോൾ 3,50,000. അസറ്റ് എത്രയായിരുന്നു? 380. ലാബിലിറ്റി അല്ലെങ്കിൽ ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എത്രയായി? 3,50,000. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കട്ടോ. അടുത്തെന്ത് പറയുന്നുണ്ട്? ദ ബിസിനസ് പേസ് 20,000 ടുവാർഡ്സ് ദ ലോൺ. എന്താണ്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവിടെ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ബിസിനസ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര? 1 lakh ലോണ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെന്ത് ചെയ്യാണ്? ഒരു 20,000 എന്ത് ചെയ്യാണ്? തിരിച്ച് റീപേ ചെയ്യാണ്, ബാങ്കിന് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുക? എടാ മുകളിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലേ, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് സംഭവിക്കുക എന്നുള്ളത് പറയാൻ വിട്ടുപോയി അല്ലേ, സോറി. എന്തായിരുന്നു ഫസ്റ്റ് അല്ലേ? അസറ്റ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യും. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അസറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. മൂന്നാമത് ഓണേഴ്സ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലേ? കാരണം എന്താണ്? അതിനകത്ത് പ്രോഫിറ്റ് അല്ലേ, ഓണേഴ്സ് ഇക്വിറ്റി അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റിൻ്റെ കൂടെ ക്യാപിറ്റലിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും? 20,000 പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ഇനി ബാങ്ക് ലോൺ തിരിച്ചു കൊടുക്കുമ്പോൾ ബാങ്ക് ലോൺ തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എത്രയാണ്? 20,000 ഡിക്രീസ് ചെയ്യും. ഇനി നമ്മൾ 1 lakh ലാബിലിറ്റി അല്ലേ, ബാങ്കിന് കൊടുക്കാനുള്ള ലാബിലിറ്റി ആയിട്ട് എത്ര കിടക്കുന്നുണ്ട് നമ്മളെ അക്കൗണ്ട്സിനകത്ത്? 1 lakh കിടക്കുന്നുണ്ട് അല്ലേ? ആ 1 lakh എത്ര കുറയണം? 20,000 കുറയണ്ടേ? അപ്പോൾ ലാബിലിറ്റി, ലോൺ എന്ന് പറഞ്ഞ ലാബിലിറ്റിയിൽ എത്ര കുറക്കണം? 20,000 കുറയണം. ഓക്കെയാണടാ. അങ്ങനെ 2 എഫക്റ്റ് അല്ലേ? ഇനി ആഫ്റ്റർ ട്രാൻസാക്ഷൻ ഇക്വേഷൻ എങ്ങനെ വരിക നോക്കിക്കോ. ക്യാഷ് എത്ര ഉണ്ടായിരുന്നു? 2,90,000 ഉണ്ടായിരുന്നു. അതിനെത്ര പോയി? ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് 20,000 പോയി. ബാക്കി എത്ര ഉണ്ടാവും? 2,70,000 ക്യാഷ് ഉണ്ടാവും. എക്യുപ്മെൻറ്റോ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. 50,000 ഉണ്ടാവും. ഇൻവെൻറ്ററി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. 10,000 ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ടോട്ടൽ അസറ്റ് എത്രയായി? 2,70,000 പ്ലസ് 50,000 പ്ലസ് 10,000 അല്ലേ? 3,30,000 അല്ലേ? 3,30,000 എന്തുണ്ട്? അസറ്റ് ഉണ്ട്. ഓക്കെ ആണോ? ഇനി അപ്പർ സൈഡ് ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എത്ര ഉണ്ട്? ലോൺ എത്ര ഉണ്ടായിരുന്നു? തൊട്ട് മുന്നേ വരെ 1 lakh ലോൺ ഉണ്ടായിരുന്നു ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിന് 1 lakh ഉണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 20,000 കൊടുത്തിട്ടുണ്ട്. ബാക്കി എത്ര ഉള്ളൂ? 80,000 ഉണ്ടാവുള്ളൂ അല്ലടാ. പിന്നെ 30,000 എന്തുണ്ട്? അക്കൗണ്ട് പേയബിൾ അല്ലേ, കൊടുക്കാനുള്ള ബാലൻസ് ഇപ്പോഴും എത്ര ഉണ്ട്? 30,000 ഉണ്ട്. ഇനി പ്ലസ് ഓണർ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 2,20,000. അപ്പോൾ എത്ര വരും? 3,30,000 എവിടെയും വന്നു? ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലും വന്നു. ഇനി ലാസ്റ്റ് ട്രാൻസാക്ഷൻ എന്ത് പറയുന്നുണ്ട്? അലോഷി വിഡ്രോസ് 15,000 ഇൻ ക്യാഷ്. എന്താണ്? ഡ്രോയിങ്സ് അല്ലടാ. അലോഷി എന്ത് ചെയ്താണ്? ബിസിനസ്സിൽ നിന്നൊരു 15,000 രൂപ ക്യാഷ് വിഡ്രോ ചെയ്യാണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ സംഭവിക്കുക? അക്കൗണ്ട് ഇക്വേഷൻ സംഭവിക്കും. ബിസിനസ്സിൽ ക്യാഷ് കുറയുന്നില്ലേ? ക്യാഷ് എന്താണ്? അസറ്റാണ്. 15,000 അസറ്റ് കുറയും, ക്യാഷ് കുറയും. എത്ര? 2 ലക്ഷത്തി എത്ര ഉണ്ടായിരുന്നു? 2,70,000 ഉണ്ടായിരുന്നു. അതിന് എത്ര ഉണ്ടാവുള്ളൂ? 2,55,000 ഉണ്ടാവുള്ളൂ. എക്യുപ്മെൻറ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ഇൻവെൻട്രിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. ലാബിലിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ലാബിലിറ്റിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ഇതിലാകെ മാറ്റം വരിക അത്രേ ഉള്ളൂ. ക്യാഷ് കുറയും. അതേപോലെ തന്നെ അല്ലേ ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ നിന്ന് ഓണർ എടുത്ത് കൊണ്ടുപോവാണ്. സോ അയാളെ ക്യാപിറ്റൽ, ബിസിനസ്സിൽ അയാളെ പേരിലുള്ള ക്യാപിറ്റലാണ് കുറയുക. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ക്യാഷ് കുറഞ്ഞു. അതേപോലെ ഇനി ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നത്? 2,20,000 ഉണ്ടായിരുന്നത്. അതിലെത്ര കുറയും? 15,000 കുറയും. ബാക്കി 2,05,000 എവിടെ ഉണ്ടാവുള്ളൂ? ബിസിനസ്സിൽ അയാളെ പേരിലുണ്ടാവുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ അസറ്റ് ടോട്ടൽ എത്ര ആവും?
15,000 അല്ലേ. 2,85,000 ക്യാഷ്, എക്യുപ്മെൻറ്റ് 50,000, ഇൻവെൻട്രി 10,000, അങ്ങനെ ടോട്ടൽ 3,15,000 ആണ് അസറ്റ് ഉണ്ടാവുക. ഇനി ലയബിലിറ്റി സൈഡോ 30,000 എന്തുണ്ട്, അക്കൗണ്ട് പേയബിൾ ഉണ്ട്, 80,000 ലോണുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 1,10,000. ക്യാപിറ്റലോ ഇവിടെ എത്ര ഉള്ളൂ, 2,20,000 നിന്ന് 15,000 ഡ്രോയിങ്സ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2,05,000 ആണ് ആൾ പേരിൽ ക്യാപിറ്റൽ ഉണ്ടാവുക. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും, 3,15,000. ഓക്കെ ആണോ. ഇവിടെ എന്തിനാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. കണ്ടോ. അപ്പോൾ ഇങ്ങനെ ബിസിനസ്സിനകത്ത് നടക്കുന്ന ഏതൊരു ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിലും 2 എഫക്റ്റ് ഉണ്ടാവും, മിനിമം 2 എഫക്റ്റ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, മിനിമം 2 എണ്ണമാണ്, അതിൽ കൂടുതൽ വരാം. ഓക്കെ, പക്ഷേ അതൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യും, അക്കൗണ്ട് ഈക്വേഷൻ എഫക്റ്റ് ചെയ്യും. പക്ഷെ എങ്ങനെ ചെയ്താലും എന്തായിരിക്കണം, അസറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കണം, ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആണടാ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനകത്ത് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ, ഇവിടെ അലോഷിൻ്റെ ബിസിനസ്. അപ്പോൾ അലോഷ് എന്ത് ചെയ്തു, കൺക്ലൂഡിയാണ്. അലോഷ് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു, 2 ലക്ഷം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അയാൾക്കത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ബിസിനസ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലേ, എന്ത് ഷോപ്പായിരുന്നു, എന്ത് ബിസിനസ്സായിരുന്നു, കോഫി ഷോപ്പായിരുന്നു. അപ്പോൾ ബിസിനസ്സിൽ അതിനെന്ത് വിളിക്കും, ക്യാപിറ്റൽ എന്ന് വിളിക്കും. എത്ര, 2 ലക്ഷം. ഇനി കോഫി ഷോപ്പിൽ ബിസിനസ്സിൻ്റെ പേരിൽ അസറ്റ്, ലയബിലിറ്റി, എന്തെല്ലാം അസറ്റ് ഉണ്ട്, എന്തെല്ലാം ലയബിലിറ്റീസ് ഉണ്ട് എന്നാണ് നോക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാണിക്കും, ക്യാഷ് അല്ലേ, നമ്മൾ ലാസ്റ്റ് കണ്ടില്ലടാ, ക്യാഷ് എത്ര ഉണ്ട്, 2,55,000 ക്യാഷ് ഉണ്ട്. പിന്നെ എക്യുപ്മെൻറ്റ് എത്ര ഉണ്ട്, 50,000 ഉണ്ട് അല്ലേ, 50,000 വാല്യുള്ള എക്യുപ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇൻവെൻട്രി എത്ര രൂപേൻ്റെ ഉണ്ട്, 10,000 ഇൻവെൻട്രി ഉണ്ട്. അങ്ങനെ ടോട്ടൽ അസറ്റ് 3,15,000. ഇനി ഓണേഴ്സ് ഇക്വിറ്റി എത്ര ഉണ്ട്, ഓണറുടെ പേരിൽ എത്ര ഫണ്ട് ഉണ്ട്, ഓൾറെഡി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്, 2 ലക്ഷം ഉണ്ട്. പിന്നെ സെയിൽ നടത്തിയപ്പോൾ അതിനകത്തുള്ള പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു, 20,000 ഉണ്ടായിരുന്നു. പിന്നെ എത്ര വിഡ്രോ ചെയ്ത അയാൾ, 15,000 അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, 2 lakh പ്ലസ് അയാൾക്കുള്ള പ്രോഫിറ്റ് 20,000, അപ്പോൾ 2,20,000 ആയി. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 15,000 വിഡ്രോ ചെയ്ത കാരണം കൊണ്ട് ഓണർ ക്യാപിറ്റൽ അല്ലേ, അല്ലെങ്കിൽ ഓണർ ഇക്വിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബാലൻസ് എത്ര ഉണ്ട്, 2,05,000. ഇനി അതല്ലാത്ത ലയബിലിറ്റി, ഇത് ഓണർക്ക് കൊടുക്കാനുള്ള ഫണ്ടാണ്, ബിസിനസ്സിൽ നിന്ന് ഓണർക്ക് കൊടുക്കാനുള്ള ഫണ്ടാണിത്. ഓക്കെ, അല്ലെങ്കിൽ ഓണർ പേരിലുള്ള ഫണ്ടാണിത്. ഇനി അതല്ലാതെ പുറത്തേക്ക് കൊടുക്കാനുള്ളത് ബിസിനസ് പുറത്ത് കൊടുക്കാനുള്ളതിന് നമ്മൾ എന്ത് വിളിക്കുക, ലയബിലിറ്റി എന്ന് വിളിക്കുക. അതൊക്കെ ഉണ്ട് അക്കൗണ്ട്സ് പേയബിൾ അല്ലടാ, 30,000 എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സ് പേയബിൾ ഉണ്ട്. അതേപോലെ 80,000 എന്തും വരുന്നുണ്ട്, ബാങ്ക് ലോണും വരുന്നുണ്ട്. ലോണ് 1 lakh ഉണ്ടായിരുന്നു, 20,000 റീപേ ചെയ്തു, ബാക്കി 80,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, അസറ്റിലെ ഈ 3,15,000 ഈക്വൽ ആയിരിക്കണം എന്ത്, ഓണേഴ്സ് ഇക്വിറ്റി പ്ലസ് ഈ ലയബിലിറ്റി അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ 2,05,000 1,10,000 ആഡ് ചെയ്താൽ 3,15,000 എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, അലോഷി 2 lakh ഇൻവെസ്റ്റ് ചെയ്തു ബിസിനസ്സിൽ, അയാൾക്ക് റിട്ടേൺ ആയിട്ട് എന്ത് കിട്ടി, 20,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അല്ലേ, 20,000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അയാൾ ക്യാഷ് ആയിട്ട് എടുത്തുകൊണ്ട് പോയത് എത്രേ ഉള്ളൂ, 20,000 പ്രോഫിറ്റ് പിള്ളേർ എടുത്തുകൊണ്ട് പോയോ, ഇല്ല, ഒരു 15,000 അയാൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ക്യാഷ് ആയിട്ട് എടുത്തിട്ട് കൊണ്ടുപോയതുള്ളൂ. ഓക്കേടാ. അപ്പോൾ ഇതാണെന്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത് കേട്ടോ. ബിസിനസ്സിന് എങ്ങനെ എഫക്റ്റ് ചെയ്യും, എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻസും വരുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെയാണോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഇനി ഏതെങ്കിലും ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കും ചെയ്യാം. ഓക്കേ.